പേഴ്സണലി അറിയുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കുഞ്ഞിനെ മാനസികമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസ്ഥയില്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എൻ്റെ വണ്ടി നിർത്തിയിട്ട് എന്താണ്, ഭയങ്കര വിഷമത്തിലാണല്ലോ മോന് പോകുന്നത്. അവൻ പറഞ്ഞു, ആൻറ്റി അച്ഛന് തീരെ സുഖമില്ല എന്ന്. ഞാൻ ചോദിച്ചു, അപ്പം അമ്മയോ? അമ്മ എവിടെയെന്ന് അറിയില്ല, അമ്മ ഇപ്പം വേറെ ഏതൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോന് വിഷമിക്കൊന്നും വേണ്ട. പക്ഷെ എനിക്ക് എന്താണ് ആ കുട്ടിയോട് പറയേണ്ടത്, എന്താണ് എനിക്ക് ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക? എൻ്റെ ഒരു അവസ്ഥയിൽ എനിക്ക് വളരെയധികം ലിമിറ്റേഷൻ ഉള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ മകളെ അല്ലാതെ വേറൊരാളെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. വേറൊന്നുമല്ല, ഒരു കുട്ടിയെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേരളത്തിൽ വളർത്തിയുണ്ടാക്കുക ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ചിട്ടുള്ളൊരു ജോലിയാണ്. അപ്പം ഞാൻ എന്താ അവൻ്റെ അടുത്ത് പറയാം? ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഞാൻ അവനോട് വെറുതെ പറയുന്നതാണ്, ഈ പാഴ്വാക്കുകളാണ് എൻ്റെ പറച്ചിലെന്നെല്ലാം അറിയാം. എൻ്റെ കണ്ണുകൾ സത്യത്തിൽ അറിയാതെ നിറഞ്ഞുപോയി. കാരണം ഞാൻ അവൻ്റെ അച്ഛനോട് മുന്നേ പറഞ്ഞതായിരുന്നു, നിങ്ങൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നുള്ള കാര്യം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം കണിശമായിട്ട് ഈ കുഞ്ഞ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുള്ള കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അപ്പോൾ ആ നിമിഷത്തിൽ അവൾ ആഗ്രഹിക്കുന്നു, അത് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. അവളുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ആ സുഹൃത്ത് എന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ മോശപ്പെട്ട ഒരു മനുഷ്യനല്ല, അവനും മോശപ്പെട്ട ഒരാളല്ല. ആളുകൾ അങ്ങനെയുമുണ്ട്. എല്ലാ ആളുകൾക്കും എല്ലാതും നിർവഹിക്കാൻ ജീവിതത്തിൽ പറ്റണമെന്നില്ല, എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകൾക്കും ചെയ്യാൻ കഴിയണമെന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതം വളരെ വ്യത്യസ്തവും ആളുകൾ വളരെ വ്യത്യസ്തവും, ആളുകളുടെ സ്വഭാവവും അതുപോലെ തന്നെ ചിന്താഗതിയും ഇഷ്ടാനിഷ്ടങ്ങളും വളരെ വ്യത്യസ്തവുമാണ്. ചിലരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കാം, ചില ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറി മറിയാം, ചില ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കാം. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൂടെ അവനോട് സംസാരിച്ച കാര്യങ്ങളും അവളുടെ പാസ്റ്റ്, അവളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ കുട്ടീനെ ഓരോ തവണ കാണുമ്പോഴും എൻ്റെ മനസ്സിലൂടെ അതെല്ലാം പോയിക്കൊണ്ടിരിക്കും. ഞാൻ അവനോട് പറഞ്ഞു, കണ്ണ ഒന്നും വിഷമിക്കണ്ട കേട്ടോ, എന്തായാലും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഹഗ് ചെയ്യാനല്ലാതെ എന്ത് ചെയ്യും? ആ കുട്ടിയുടെ കവിളിൽ ഉമ്മ വയ്ക്കാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യും?